തിങ്കൾ വരുന്നു. തിങ്കൾ വരുന്നു. ദൈവ കുഞ്ഞാറേ കണ്ടുവോ പടിയൻ സ്നാനമേൽക്കുവാൻ പോകുന്നു. സ്നാനമേൽക്കുവാൻ ആവശ്യം വല്ലഭാവിന്റെ ചെരുപ്പ് നമുക്ക് ഒരു വാക്യം വായിക്കാം. റോമാലേഖനം നമ്മളിപ്പോൾ വായിച്ച സമീപത്തിൽ നീക്കപ്പെടേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനിയും മരിക്കുകയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനിയും കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചതുപോലെ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും യേശുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മള് വായിച്ചു കേട്ടതായ വേദഭാഗം കർത്താവിനോടുകൂടെ മരിക്കപ്പെട്ട മനുഷ്യനെ എന്താണ് ചെയ്യുന്നത്? അവൻ മരിച്ചു കഴിയുമ്പോൾ അവനെ അടക്കം ചെയ്യും. അടക്കം ചെയ്ത് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഈ ശുശ്രൂഷ പിന്നെ പഴയ മനുഷ്യൻ അവനിൽ നിന്ന് മാറിയിട്ട് പുതിയ മനുഷ്യനായി ജീവിക്കുന്ന അവസരത്തിൽ അതേ അനുഭവത്തിലായിരിക്കണം. പുതിയ മനുഷ്യനായി ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തി തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്നാന ശുശ്രൂഷ പരസ്യമായി നടത്തുന്നത്. കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന പ്രിയ ജനത്തിലെ ഈ സ്നാനത്തിൽ പുറത്തിലേക്ക് കടന്നു വരാം.